വീണ്ടും ബുൾഡോസർ നടപടിയുമായി യോഗി സർക്കാർ. ലക്നൌവിലെ മെഡിക്കൽ കോളേജിൽ അനധികൃതമായി പ്രവർത്തിച്ച മുസ്ലിം പള്ളി ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി. നിയമവിരുദ്ധ കടകൾ അടക്കമുള്ളവ ബുൾഡോസർ കൊണ്ട് യോഗി സർക്കാർ തകർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലക്നൌവിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അനധികൃത നിർമ്മാണത്തിനെതിരെയാണ് യോഗി സർക്കാർ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് മതമൗലികവാദികൾ കല്ലേറ് നടത്തുകയും ചെയ്തു. കാരണം ഈ യൂണിവേഴ്സിറ്റിയിൽ പള്ളിയുടെ മറവിൽ നടന്ന അനധികൃത കയ്യേറ്റം ചോദ്യം ചെയ്യാനെത്തിയ മെഡിക്കൽ സർവകലാശാലയിലെ ചില ഡോക്ടർമാർ സ്ഥലത്തുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കല്ലേറുണ്ടാകുന്നത്. ഈ കയ്യേറ്റത്തിൽ 2 ഡോക്ടർമാർക്കാണ് പരിക്കേറ്റതും. ഇവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ UP പോലീസിൽ ഇവർ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് സർക്കാർ അധികൃതർ കനത്ത പോലീസ് കാവൽ നൽകുകയും നടപടി സ്വീകരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം KJMU ഡോക്ടർ KK സിംഗ് ഈ നടപടിയിൽ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. സാമൂഹിക വിരുദ്ധർ ആരാധനാലയത്തിന് ചുറ്റുമുള്ള പ്രദേശം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയവയാണ്. നേരത്തെ അവിടെ ഒരു ചെറിയ ശവകുടീരമുണ്ടായിരുന്നു. പിന്നീട് അവിടെ ഒരു കടയും കെട്ടിടവും പണിതു. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി ഇത് ഒഴിയാൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എങ്കിലും കയ്യേറ്റക്കാർ അവരുടെ അനധികൃത കെട്ടിടം നീക്കം ചെയ്യില്ല എന്നും ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. കൂടാതെ ഇതുവരെ 6 നിയമ നോട്ടീസുകൾ ഈ കയ്യേറ്റക്കാർക്ക് അയച്ചിട്ടുണ്ട് എന്നും എന്നാലും അവർ ഉത്തരവുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ചെയ്തതെന്നും ഇയാൾ വ്യക്തമാക്കുകയാണ്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും അനധികൃതമായി പ്രവർത്തിച്ച ഒരു ദർഗ ബുൾഡോസർ കൊണ്ട് യോഗി സർക്കാർ ഇടിച്ചു നിരത്തുകയും ചെയ്തിരുന്നു. ദർഗ പൊളിച്ചു എത്തിയ പോലീസുകാർക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. പോലീസിന് നേരെ 100 കണക്കിന് മതമൗലികവാദികളുടെ സംഘം കല്ലെറിയുന്ന കാഴ്ചയും കണ്ടു. അതിൽ 4 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 31 പോലീസുകാർക്കായിരുന്നു പരിക്കേറ്റത്. ഒടുവിൽ പോലീസ് ബലം പ്രയോഗത്തിലൂടെയും അതുപോലെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ചെയ്തതും. 15 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്രമികൾ ഉൾപ്പെട്ടതായി സംശയിക്കുന്നവരുടെ 57 ബൈക്കുകൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമായിരുന്നു ബുൾഡോസർ കൊണ്ട് ദർഗ ഇടിച്ചു നിരത്തിയതും. നാസിഖാദെ ഖാലി പ്രദേശത്തെ അനധികൃത സപ്തിർ ഗർദയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ബുൾഡോസർ കൊണ്ട് പൊളിച്ചു നീക്കിയതും. ഏപ്രിൽ 1 ദർഗ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അനധികൃത നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. അതിൽ 15 ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ ദർഗ മാനേജ്മെന്റ് തയ്യാറാവുകയും ചെയ്തില്ല. തുടർന്നായിരുന്നു നാസിക് മുനിസിപ്പൽ കോർപ്പറേഷൻ ബുൾഡോസർ നടപടി സ്വീകരിച്ചതും. അതേസമയം അനധികൃത മദ്രസകൾക്കെതിരെ ബുൾഡോസർ നടപടിയുമായി യോഗി സർക്കാർ ഇതിനു മുൻപും രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ കണ്ണും കാതും തുറന്നാണ് ഇരിക്കുന്നതും. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അനധികൃതമായി പ്രവർത്തിച്ച മദ്രസ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുകയാണ് ചെയ്തത്. സമീപത്ത് മുസ്ലിങ്ങളാണ് ഈ മദ്രസയ്ക്കെതിരെ പരാതി നൽകിയതും. തുടർന്നായിരുന്നു അധികൃതർ അന്തിമ നോട്ടീസ് നൽകിയത്. മുൻപ് നിരവധി നോട്ടീസുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മദ്രസ പൊളിച്ചു നീക്കാൻ മദ്രസ മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ല. മദ്രസയ്ക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അനുമതി ലഭിച്ചെന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ ഈ പ്രദേശം ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ വരുന്നതിനാൽ തന്നെ നിർമ്മാണം നിയമവിരുദ്ധമാണ് എന്ന് അധികൃതർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തുടർന്നാണ് പുതുതായി പാസാക്കിയ നിയമപ്രകാരം ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം പൊളിക്കാൻ സർക്കാർ തീരുമാനിച്ചതും. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു മദ്രസ പൊളിച്ചു നീക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.